MBBS കഴിഞ്ഞ് ക്ലിനിക്ക് തുടങ്ങാൻ ഈ ഒരു സ്റ്റെതസ്കോപ്പ് മാത്രം മതി എന്ന് വിചാരിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമ്മളൊരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ ബോർഡ് വെച്ചു, നോട്ടീസ് അടിച്ചു, ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? സ്റ്റാഫിൻ്റെ സാലറി, മന്ത്ലി റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റ് മാർജിൻ, ഇതൊക്കെ എവിടെയാണെന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇതൊന്നും നിശ്ചയിക്കാത്ത 90% ആളുകളും 2 വർഷത്തിനുള്ളിൽ ബേൺ ഔട്ടായിപ്പോ. ക്ലിനിക്കൊരു പ്രിസ്ക്രിപ്ഷൻ പാഡല്ല, അതൊരു ബിസിനസ്സാണ്. പേഷ്യൻ്റാണ് അവിടെ റവന്യൂ, സിസ്റ്റമാണ് പേഷ്യൻ്റെ സർവൈവൽ, ക്യാഷ് ഫ്ലോ ആണ് ഇതിൻ്റെ ഓക്സിജൻ എന്ന് പറയുന്നത്. ക്ലിനിക്ക് തുടങ്ങുന്നതിന് തന്നെ ഡോക്ടേഴ്സ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് റെക്കറൻറ്റ് എക്സ്പെൻസ്, മന്ത്ലി എക്സ്പെൻസ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ബ്രേക്ക് ഈവൺ പേഷ്യൻ്റ് കൗണ്ട് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? പ്രോഫിറ്റ് മാർജിൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു പുതിയ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡോക്ടേഴ്സിനായിട്ട് ഞാനൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റ് വേണ്ടവർ ചെക്ക് ലിസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഹെൽത്ത് കെയർ റിലേറ്റഡ് ബിസിനസ് ടിപ്സിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്ക്.